ഞാൻ ബ്രില്യൻ പാല റിപ്പീറ്റേഴ്സ് ക്ലാസ്സിൽ അബിൻ സൂരജാണ്. ഞാൻ ഇന്ന് ഷിഫ്റ്റ് 2 എഴുതി. ഷിഫ്റ്റ് 2 പൊതുവെ പറഞ്ഞാൽ ഫിസിക്സ് അത്യാവശ്യം നല്ല എളുപ്പമായിരുന്നു. മിക്ക ക്വസ്റ്റ്യൻസ് എല്ലാം ചെയ്യാൻ പറ്റി. ഫിസിക്സ് കൂടുതൽ +2 സൈഡിൽ നിന്ന് കുറവായിരുന്നു, കൂടുതൽ +1 സൈഡാണ് ചോദിച്ചത്. അത്യാവശ്യം എളുപ്പ ക്വസ്റ്റ്യൻസ് ആയിരുന്നു, ഇൻക്ലൂഡിങ് ന്യൂമെറിക്കൽസ്. കെമിസ്ട്രി എന്ന് പറഞ്ഞാൽ ഒരു 60 to 55 മാർക്ക് ഇനോർഗാനിക് ആയിരുന്നു. ബാക്കി 50 മാർക്ക് പറഞ്ഞാൽ മിക്ക ന്യൂമെറിക്കലും ഫിസിക്കലായിരുന്നു. പിന്നെ ഓർഗാനിക്കിൽ നിന്ന് 3 ക്വസ്റ്റ്യൻ വന്ന് കൂടുതൽ +2 സൈഡ് ആദ്യം കീറ്റോൺസ് ആ സൈഡിലേക്കാണ്. പിന്നെ മാത്സ് എന്ന് പറഞ്ഞാൽ ഫുള്ള് 3D വെക്ടർ ജോമെട്രി. പിന്നെ കോണിക്സിൽ നിന്ന് ഈ പ്രാവശ്യം കുറയുന്നു, 2 ക്വസ്റ്റ്യൻ ഉണ്ടായുള്ളൂ. പിന്നെ ഇൻറ്റഗ്രേഷൻ 2 ക്വസ്റ്റ്യൻ ഉണ്ടായി, ഡിഫറൻഷ്യൽ ഇക്വേഷനിൽ നിന്ന് 2 ക്വസ്റ്റ്യൻ ഉണ്ടായി. പിന്നെ കൂടുതൽ ഈ ഫംഗ്ഷൻ ടൈപ്പ് ക്വസ്റ്റ്യൻസ് ഒരു 5-6 ഉണ്ടായി. പൊതുവെ പറഞ്ഞാൽ 22ൻ്റെ അതേ പാറ്റേൺ ഫോളോ ചെയ്യുന്നുണ്ട്. പക്ഷേ മാത്സ് നോക്കും കുറച്ചുകൂടി 21 സൈഡിലേക്ക് ടെൻഡ് ചെയ്യുന്നുണ്ട്, കാരണം കുറച്ചുകൂടി എളുപ്പമാക്കി വെച്ചു സാധാരണക്കാളും. ബ്രില്യൻ ടെസ്റ്റ് സീരീസ് വെച്ച് കമ്പയർ ചെയ്യുമ്പോൾ ബ്രില്യൻ ടെസ്റ്റ് സീരീസ് അത്യാവശ്യം ഫിസിക്സ് നല്ല പാടായിരുന്നു കമ്പാരിസൺ വിത്ത് മെയിൻസ്. കെമിസ്ട്രി അതേ സെയിം പാറ്റേൺ ആയിരുന്നു, ഇനോർഗാനിക് 50%, അതേ വെയിറ്റേജ് സെയിം പാറ്റേൺ ആയിരുന്നു. മാത്സ് എന്ന് പറയുമ്പോൾ ഒരു ഓൾമോസ്റ്റ് സെയിം ലെവലാണ്, പക്ഷേ ഈ പ്രാവശ്യത്തിൽ വെച്ച് കുറച്ചുകൂടി കട്ടിയായിരുന്നു പൊതുവേനേക്കാൾ.